എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാണ്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? ലൈക്ക് എന്തെങ്കിലും സ്റ്റേക്കേഷൻ എനിത്തിങ്? അങ്ങനെ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പോയ ഒരു സ്റ്റേക്കേഷൻ്റെ വീഡിയോ ആണ് ഇത്. ശരി മാം, നമ്മളെവിടെ പോവാം? ഇങ്ങനെ പോയതാണെങ്കിലും പോകുന്ന വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുവരെ ഞാൻ മൂന്നാർ പോയിട്ടുണ്ടെങ്കിലും പോകുമ്പോൾ ഓൾവേസ് ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ നമ്മുടെ നേര്യമംഗലം പാലം അതിനെപ്പറ്റി അറിഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ChatGPT എടുത്ത് സെർച്ച് ചെയ്ത സമയത്താണ് എന്തോ ഒരു ഹിസ്റ്ററി അതിനിരിക്കണത്. ഞാൻ ഈ പാലത്തിൻ്റെ ഹിസ്റ്ററിയിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അത്രപോരം നമുക്ക് അറിയാൻ ഒരുപാടുള്ളൊരു പാലമാണെന്ത് ഈ നേര്യമംഗലം പാലം എന്ന് പറയുന്നത്. ഇത് സ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എങ്കിൽ ഇത്രത്തോളം 2018 പ്രളയം വന്നു, 1961 പ്രളയം വന്നു, ഈ വലിയ വലിയ പ്രളയങ്ങളൊക്കെ അതിജീവിച്ച് ഇന്നും ഈ പാലം ഇങ്ങനെ ചരിത്രത്തിൻ്റെ സാക്ഷിയായിട്ട് നിലകൊള്ളുന്നു എങ്കിൽ ആ സമയത്തെ എൻജിനീയറിങ്ങിൻ്റെ ആ ഒരു മികവിൻ്റെയും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൻ്റെയും ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ആ ഒരു പാലം നിലകൊള്ളുന്നത്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞും വെള്ളച്ചാട്ടങ്ങൾ. ദെൻ ആ ഒരു വലിയ വെള്ളച്ചാട്ടം എല്ലാവർക്കും അറിയാവുന്നതാണ് ആണല്ലോ. ദെൻ അങ്ങനെ ഞങ്ങൾ പോയി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അടുക്കാറായിരിക്കുകയാണ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു യാത്രകളൊക്കെ. നല്ലപോലെ ഞങ്ങൾ കയറ്റത്തിലൊക്കെ എത്തുമ്പോൾ കുറച്ച് കോമഡികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും അടിപൊളി വൈബായിരുന്നു. ഇങ്ങനെ പോയി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാ നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു കുളവും എല്ലാം കൂടെ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിരുന്നു. എന്താ പറയുക, ഞങ്ങൾ പോയതിൽ വെച്ച്, അതായത് ഞാൻ ട്രാവൽ ചെയ്തതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റിസോർട്ട് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പോയേക്കുന്നതാണ്. ഇതിൻ്റെ പേരറിയുന്നതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.